സുഹൃത്തുക്കളെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന നീരജ ചൗധരിയുടെ ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് ഇന്ദിരാഗാന്ധിക്ക് വലിയ തിരിച്ചടിയായിരുന്നുവെന്നും അതേ തുടർന്ന് രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ അവർ ആലോചിച്ചിരുന്നതായും നീരജ ചൗധരി പുസ്തകത്തിൽ പറയുന്നു. ഇക്കാര്യം പിന്നീട് ഇന്ദിരയുടെ രാജിക്ക് ശേഷം പ്രധാനമന്ത്രിയായി മൊറാർജി ദേശായിയോടും അവർ പറഞ്ഞു. ഹിമാചൽ പ്രദേശിൽ താമസിച്ച് ശേഷിക്കുന്ന കാലം സ്വന്തം ജീവിതത്തെക്കുറിച്ച് പുസ്തകം എഴുതുക എന്നതായിരുന്നു ഇന്ദിരയുടെ പദ്ധതി. അടിയന്തരാവസ്ഥയിലെ പല ക്രൂരതകളുടെയും കാരണക്കാരനായി എതിരാളികൾ കണ്ടിരുന്ന മകൻ സഞ്ജയ് ഗാന്ധിയുടെ സുരക്ഷ മാത്രമായിരുന്നു അവർക്ക് പ്രധാനം. ഇക്കാര്യത്തിൽ മൊറാർജി ദേശായിയുടെ ഉറപ്പുവാങ്ങാനും ഇന്ദിരാഗാന്ധി മറന്നില്ല. രാജീവ് ഗാന്ധി സോണിയാഗാന്ധിക്കും മക്കളായ രാഹുലിനും പ്രിയങ്കയ്ക്കുമൊപ്പം ഇറ്റലിയിലേക്ക് പോയേക്കുമെന്നും അന്ന് ഇന്ദിരാഗാന്ധിയുടെ അടുപ്പക്കാർ വരെ വിശ്വസിച്ചിരുന്നു. സഞ്ജയിനെ അവർ ഉപദ്രവിക്കും, ജയിലിലിടും എന്നതായിരുന്നു പരിചയക്കാരോട് ഇന്ദിരാഗാന്ധി ആവർത്തിച്ചിരുന്നത് എന്നും നീരജ ചൗധരി ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ മൊറാർജി സർക്കാർ ഇന്ദിരയ്ക്കും സഞ്ജയ് ഗാന്ധിക്കുമെതിരെ അടിയന്തരാവസ്ഥ കാലത്തെ ക്രൂരതകളെക്കുറിച്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചതോടെയാണ് ഇന്ദിരാഗാന്ധി നിലപാടുകൾ മാറ്റിയത്. പിതാവ് ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് പകർന്നു കിട്ടിയ സോഷ്യലിസ്റ്റ് ആഭിമുഖ്യം 60കളുടെ അവസാനമായപ്പോഴേക്കും ഇന്ദിരാഗാന്ധിക്ക് നഷ്ടപ്പെട്ടിരുന്നു. 1971 ഹിന്ദു മതവും ദേശീയതയുമാണ് തൻ്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് അഭിമുഖത്തിൽ ഇന്ദിരാഗാന്ധി പറഞ്ഞു. അപ്പോഴേക്കും പല ആൾദൈവങ്ങളുടെയും ഉപദേശങ്ങൾക്കും ഇന്ദിരാഗാന്ധി വശംവദയായി. പ്രിയപ്പെട്ട മകൻ സഞ്ജീവ് ഗാന്ധി ആകട്ടെ കടുത്ത സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനുമായിരുന്നു. ഇതോടെയാണ് തൻ്റെ രാഷ്ട്രീയത്തെ ഹിന്ദുത്വവൽക്കരിക്കാൻ ഇന്ദിരാഗാന്ധി തീരുമാനിച്ചത് എന്ന് നീരജ് ചൗധരി ചൂണ്ടിക്കാണിക്കുന്നു. 1977 തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾ കോൺഗ്രസിനെ വോട്ട് ചെയ്യാതിരുന്നതും കാരണമായി. സഞ്ജയ് ഗാന്ധിയുടെ ബലപ്രയോഗത്തിലൂടെയുള്ള വന്ധ്യീകരിക്കൽ യജ്ഞം പാവപ്പെട്ട മനുഷ്യരെ ഭയപ്പെടുത്തുകയും അകൽച്ചയിലാക്കുകയും ചെയ്തിരുന്നു, പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തെ. അതേസമയം RSS ആകട്ടെ അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ ഇന്ദിരാഗാന്ധിയുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു. RSS മേധാവി ബാലാസാഹിബ് ദേവറസ് പലതവണ ഇന്ദിരയ്ക്ക് കത്തയച്ചിരുന്നു. ചില RSS നേതാക്കൾ സഞ്ജയ് ഗാന്ധിയുമായി ബന്ധപ്പെട്ടു. RSS അതിനു മുമ്പും ഇന്ദിരാഗാന്ധിയെ പിന്തുണച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് യുദ്ധവിജയത്തിന് ശേഷം അക്കാലത്ത് RSS മേധാവിയായിരുന്നു MS ഗോൾവേക്കർ തന്നെ ഇന്ദിരാഗാന്ധിയെ പ്രകീർത്തിച്ചു. 1974 ആണവോർജ പരീക്ഷണവും RSSന് ഇന്ദിരാഗാന്ധിയോട് അടുപ്പമുണ്ടാക്കിയ കാര്യമാണ്. 1980 ഇന്ദിരാഗാന്ധി ഭരണത്തിൽ തിരിച്ചു വന്നത് RSS പിന്തുണയോടെയാണ് എന്ന് കോൺഗ്രസ് നേതാവ് അനിൽ ബാലിയെ ഉദ്ധരിച്ചുകൊണ്ട് നീരജ എഴുതുന്നു. അവരുടെ പിന്തുണയില്ലെങ്കിൽ 353 സീറ്റ് നേടാൻ കഴിയില്ലായിരുന്നു. ഇന്ദിരയുടെയും രാജീവ് ഗാന്ധിയുടെയും വിശ്വസ്തനായിരുന്നു അനിൽ ബാലി. സഞ്ജയ് ഗാന്ധിയുടെ മരണശേഷം തൻ്റെ പിൻഗാമിയായി രാജീവ് ഗാന്ധിയെ ജ്ഞാനസ്നാനം ചെയ്യിക്കുമ്പോൾ തന്നെ ഹിന്ദു സംഘടനകളുടെ പിന്തുണ ഇന്ദിരാഗാന്ധി ഉറപ്പാക്കിയിരുന്നുവെന്നും പുസ്തകം വിശദീകരിക്കുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരയോട് പിണങ്ങി കോൺഗ്രസ് വിട്ട കരൺ സിംഗിനെ കോൺഗ്രസിൻ്റെ ഹിന്ദുമുഖമായി ഉപയോഗിക്കാനായിരുന്നു RSSൻ്റെ താല്പര്യം. കാശ്മീർ രാജകുടുംബാംഗവും വൈഷ്ണവോ ദേവി ട്രസ്റ്റിൻ്റെ തലവനുമായിരുന്ന കരൺ സിംഗുമായി അതുകൊണ്ട് ഇന്ദിരാഗാന്ധി ഒത്തുതീർപ്പിലെത്തി. 1981 ഇന്ദിരാഗാന്ധിയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും സംയുക്ത താല്പര്യത്തിൽ കരൺ സിംഗിൻ്റെ നേതൃത്വത്തിൽ വീരാട് ഹിന്ദു സമാജ് നിലവിൽ വന്നു. ഹിന്ദു ഐക്യമെന്ന പേരിൽ കരൺ സിംഗ് സമ്മേളനങ്ങൾ നടത്തിയതിന് ഇന്ദിരാഗാന്ധിയുടെ പിന്തുണ ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും തന്ത്രപരമായ പിന്തുണ ഉണ്ടായിരുന്നുവെന്ന് പുസ്തകം അടിവരയിടുന്നുണ്ട്. 1983 വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയ ഏകാത്മക യാത്രയ്ക്കും ഇന്ദിരാഗാന്ധിയുടെ പിന്തുണ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഉപരി 1984 ഏപ്രിൽ 7-8 തീയതികളിൽ ഡൽഹിയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളന സ്ഥലമായ വിജ്ഞാൻ ഭവനിൽ VHPയുടെ മതസമ്മേളനം നടത്താൻ ഇന്ദിരാഗാന്ധി അനുമതി നൽകി. ഈ യോഗത്തിലാണ് വിശ്വ ഹിന്ദു പരിഷത്ത് അയോധ്യയിലെ രാമജന്മഭൂമി, വാരണാസിയിലെ ഗ്യാൻബാവി, കാശി വിശ്വനാഥ ക്ഷേത്രം, മധുരയിലെ കൃഷ്ണ ജന്മസ്ഥാൻ എന്നിങ്ങനെയുള്ള 3 അവകാശവാദങ്ങൾക്കായുള്ള പ്രക്ഷോഭം പ്രഖ്യാപിക്കുന്നത്. ഇന്ദിരാഗാന്ധി ഹിന്ദുപക്ഷ നേതാവ് എന്ന നില കൈവരിച്ചത് അങ്ങനെയാണ്. ഈ ബന്ധങ്ങളൊക്കെ ഉള്ള കാലത്തും ഇന്ദിരാഗാന്ധിയോ സഞ്ജയ് ഗാന്ധിയോ നേരിട്ട് RSS നേതാക്കളെ കണ്ടിട്ടില്ല. എന്നാൽ 1982 മുതൽ രാജീവ് ഗാന്ധിയെ RSS നേതൃത്വവുമായി ബന്ധപ്പെടാൻ ഇന്ദിരാഗാന്ധി നിയോഗിച്ചു. RSS മേധാവി ബാലേസാവ് ദേവറസിൻ്റെ സഹോദരൻ ബാബുറാവു ദേവറസ് ആയിരുന്നു രാജീവ് ഗാന്ധിയുമായി ബന്ധപ്പെട്ടിരുന്നത്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന കാലത്ത് 1982 84 ഇടയിൽ 3 തവണ ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന കപിൽ മോഹന്റെ വസതിയിലായിരുന്നു
കൂടിക്കാഴ്ച. നാലാമത്തെ കൂടിക്കാഴ്ച നടന്നത് രാജീവ് ഗാന്ധിയുടെ വസതിയായ ജനപത്തിൽ വച്ചായി തന്നെയായിരുന്നു. ഹൈന്ദവത രാജീവിൻ്റെ ഭരണത്തിന് കീഴിൽ സുരക്ഷിതമായിരിക്കും എന്ന് ബാബുറാവു കൂടെ കൂടെ പറയുമായിരുന്നുവെന്ന് അനിൽ ബാലിയെ നീരജ ഉദ്ധരിക്കുന്നു. രാജീവ് ഗാന്ധി ബാബുറാവുവിൻ്റെ കാൽ തൊട്ട് വണങ്ങുമായിരുന്നുവെന്ന് കോൺഗ്രസ് എം പിയായ ബാൽവാരി ലാൽ പുരോഹിത് പറഞ്ഞതും പുസ്തകത്തിലുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതക ശേഷം നടന്ന 1984 തെരഞ്ഞെടുപ്പിൽ RSSൻ്റെ പിന്തുണ രാജീവ് ഗാന്ധിക്കും കോൺഗ്രസിനും ഉണ്ടായിരുന്നു. RSS നേതാവായ നാനാജി ദേശ്മുഖ് പരസ്യമായി തന്നെയാണ് കൈചിഹ്നത്തിൽ വോട്ട് ചെയ്യണം, ജാതിയുടെ അടിസ്ഥാനത്തിൽ ആകരുത് എന്ന് പറഞ്ഞത്. ബാബുറാവുമായുള്ള കൂടിക്കാഴ്ചകൾ പ്രധാനമന്ത്രിയായ ശേഷം രാജീവ് ഗാന്ധി ഒഴിവാക്കി. എന്നാൽ രാജീവ് ഗാന്ധിയോട് ഇക്കാലത്ത് RSS രാമായണ പരമ്പര ദൂരദർശനിൽ സംരക്ഷണം ചെയ്യുന്നതിനുള്ള തടസ്സം നീക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അക്കാലത്തെ വാർത്താ പ്രക്ഷേപണ മന്ത്രിയായിരുന്ന HKL ഭഗത് ഇത് BJP, VHP, RSS സംഘം രാമജന്മഭൂമി കലാപത്തിന് ഉപയോഗിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇതറിഞ്ഞ ബാബുറാവു വീണ്ടും രാജീവ് ഗാന്ധിയുമായി ബന്ധപ്പെട്ട് രാമായണം ഇന്ത്യയിലല്ലാതെ ന്യൂയോർക്കിലാണോ സംരക്ഷണം ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയും രാജീവ് ഗാന്ധി അനുവദിക്കുകയും ചെയ്തു. ബാബറി പള്ളി പൊളിക്കുന്നതിനുള്ള രാമജന്മഭൂമി കലാപത്തിന് വലിയ ഇന്ധനമായി ഇത് മാറി. 1986 ബാബറി പള്ളിയുടെ ഒരു ഭാഗം ഹൈന്ദവ ആരാധനയ്ക്കായി തുറന്നു നൽകാനുള്ള രാജീവ് ഗാന്ധിയുടെ തീരുമാനത്തെയും സ്വാധീനിച്ചത് ബാബുറാവു ആണെന്ന് പുസ്തകം പറയുന്നു. ആ പൂട്ടുകൾ തുറന്നു നൽകി ഹിന്ദുക്കളുടെ നേതാവാകൂ, ബാബുറാവു രാജീവിനോട് ആവശ്യപ്പെട്ടു. പള്ളിയുടെ പൂട്ട് തുറന്ന് ഹിന്ദുക്കൾക്ക് ആരാധന അനുവദിച്ച ശേഷവും ബാബുറാവു രാജീവ് ഗാന്ധിക്ക് കത്തയച്ചതായി അനിൽ ബാലി പറയുന്നു. ചരിത്രപരമായ ഒരു നടപടിയാണ് അങ്ങ് കൈക്കൊണ്ടത്. ഹിന്ദു ഹൃദയ സാമ്രാട്ടായി അങ്ങ് ഭരണം തുടരുക എന്നായിരുന്നു അത്രേ ആ കത്തിൻ്റെ ഉള്ളടക്കം. ഇന്ദിരാഗാന്ധി മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാരുടെ ഭരണകാലത്തെയും അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെയും അണിയറ രഹസ്യങ്ങളെയും വിശദീകരിക്കുന്ന പുസ്തകമാണ് നീരജ ചൗധരിയുടെ ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ്.